അനുരാഗതീരം ഭാഗം 10. രചന അഭിരാമി. വേണ്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങിയായിരുന്നോ? കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്ന അനുരാധയെ കണ്ട് റോസ്ലിൻ ചോദിച്ചു. എല്ലാം വാങ്ങി. ഇതൊന്ന് ഷേപ്പ് ചെയ്യണ്ടായിരുന്നോ? അവളിട്ടേക്കുന്ന പുതിയ ചുരിദാറിലായിരുന്നു അപ്പോഴവരുടെ കണ്ണ്. ഇതൊക്കെ അവിടുന്ന് തന്നെ ഓൾട്ടർ ചെയ്യിപ്പിച്ചോണ്ടാ പോകുന്നത്. പുള്ളിക്കാരൻ പറഞ്ഞു അങ്ങനെ മതിയെന്ന്. വല്ലായ്മയോടെ അവൾ പറഞ്ഞതും റോസ്ലിൻ പുരികം ചുളിച്ചവളെ നോക്കി. പുള്ളിക്കാരനോ? അല്ല, കൊച്ചിന് എന്നാ പ്രായം വരും? 24. ഡേവിക്ക് 30 കഴിഞ്ഞു. ഇപ്പം 31 നടപ്പാ. ആ വെളിപ്പെടുത്തൽ കൊണ്ട് അവരെന്തോ പറയാതെ പറഞ്ഞതാണെന്ന് മനസ്സിലായെങ്കിലും അനുരാധ മറുപടി എന്തെങ്കിലും പറയുകയോ അവരുടെ മുഖത്തേക്ക് നോക്കുകയോ ചെയ്തില്ല. റോസ്ലിനും കുറച്ചു സമയത്തേക്ക് എന്തു പറയണമെന്നറിയാതെ നിന്നു. ചോദിക്കുന്നോണ്ട് വേറൊന്നും വിചാരിക്കണ്ട, ഒരമ്മയുടെ ആദി കൊണ്ട് ചോദിക്കുക. അവൻ പറഞ്ഞു കൊച്ചിന് കുറച്ച് സമയം കൊടുത്താൽ മതി, പൊരുത്തപ്പെടാൻ ഒരുക്കമാണെന്നൊക്കെ. അത് നേര് തന്നെയാന്നോ? പിന്നെ ഇവിടെ അപ്പനും മോനും കൂടെ പറഞ്ഞേക്കുന്നത് കൊച്ചിനോടൊന്നും ചോദിക്കണ്ട, ഇങ്ങോട്ട് പറയുമ്പോൾ കേട്ടാൽ മതിയെന്നാ. പക്ഷെ ഒരു തള്ളയുടെ ആദി കൊണ്ടങ്ങ് ചോദിക്കുക. കൊച്ചിൻ്റെ ജീവിതത്തിൽ എന്നതാ സംഭവിച്ചത്? ആ രാത്രി ഡേവിക്ക് മുന്നിൽ എങ്ങനെയാ എത്തിയത്? ആരാ അവരൊക്കെ? ആ അമ്മയുടെ മനസ്സിലെ പിടപ്പറഞ്ഞതുപോലെ അനുരാധ പതിയെ വന്ന് അവരുടെ കൈകളെ പൊതിഞ്ഞു പിടിച്ചു. എനിക്ക് മനസ്സിലാവും അമ്മയുടെ ടെൻഷൻ. എൻ്റെ ഭൂതകാലവും പ്രശ്നങ്ങളും എല്ലാം അറിഞ്ഞിട്ടും അമ്മയുടെ മോൻ്റെ ഭാര്യയായി എന്നെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഈ ജീവിതത്തോട് പൊരുത്തപ്പെടാൻ ഞാൻ ഒരുക്കമാണ്. തൻ്റെ കൈകളിൽ മുറുകെ പിടിച്ച് ഉറപ്പോടെ അവളത് പറഞ്ഞതും അതുവരെ തൻ്റെ ഹൃദയത്തിൽ പടർന്നു പിടിച്ചിരുന്ന അഗ്നിക്ക് മേലൊരു കുളിർമഴ പെയ്തിറങ്ങിയതുപോലെയായിരുന്നു റോസ്ലിന് തോന്നിയത്. മോളെ. അതുവരെ കാത്തു സൂക്ഷിച്ച അകൽച്ചയൊക്കെ അലിയിച്ചു കളഞ്ഞുകൊണ്ട് റോസ്ലിൻ വിളിച്ചതും വിങ്ങിപ്പോയ അനുരാധയൊരു തേങ്ങലോടെ അവരുടെ മാറിലേക്ക് ചേർന്നു. ഒരമ്മയുടെ വാത്സല്യത്തോടെ തൻ്റെ മാറിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് തൻ്റെ ഇന്നലകളിലെ ഇരുണ്ട അധ്യായങ്ങളുടെ കെട്ടഴിച്ചവളെ ആശ്വസിപ്പിക്കാനെന്ന വണ്ണം റോസ്ലിൻ അവളുടെ മുടിയിഴകളിലൂടെ പതിയെ തലോടിക്കൊണ്ടേയിരുന്നു. എങ്ങനുണ്ട് മമ്മി പുതിയ മരുമോള്? ലൗഡ് സ്പീക്കറിൽ ഇട്ട് വെച്ച ഫോണിൽ നിന്നും ഡെയ്സിയുടെ ചോദ്യം ഉയർന്നതും പാത്രം കഴുകിക്കൊണ്ട് സിങ്കിനരികിൽ നിന്ന് റോസ്ലിൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. അതൊരു പാവമാടി. ആഹാ, ഇപ്പം അങ്ങനായോ? ആദ്യം ഭയങ്കര ടെൻഷനും പേടിയും ഒക്കെ ആയിരുന്നല്ലോ. അതൊക്കെ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ വല്ലാത്തൊരു വേദനയാണ്. ആ കുഞ്ഞിൻ്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ ഞങ്ങൾ സഹിക്കുമോ? എൻ്റെ കർത്താവേ. അനുരാധ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് റോസ്ലിൻ നിശ്വസിച്ചു. അതൊക്കെ കഴിഞ്ഞില്ലയോ മമ്മി? ഇനി അവൾക്ക് നമ്മളെല്ലാം ഇല്ലയോ? നമ്മുടെ ദേവിയുടെ പെണ്ണല്ലയോ അവള്? സന്തോഷമായിട്ട് നോക്കണം മോളെ. അത്രയ്ക്ക് സങ്കടപ്പെട്ടൊരു കുഞ്ഞാ. ഞങ്ങൾക്കാർക്കും കുഴപ്പമില്ല. മമ്മി ഇനി അമ്മായിമ്മ പോരൊന്നും എടുക്കാതിരുന്നാൽ മതി. പറയുന്നതിനൊപ്പം ഡെയ്സിയുടെ ചിരി കേട്ട് റോസ്ലിനും പുഞ്ചിരിച്ചു. ഒന്ന് പോയേടി, എനിക്കതല്ലയോ പണി. നല്ല പേരല്ലയോ മമ്മി? അനുരാധ. പേര് മാത്രമല്ലടി, കാണാനേ നല്ല സുന്ദരിയാ. റോസ്ലിൻ ചിരിച്ചു. ഓ, അതുകൊണ്ടായിരിക്കും മമ്മി ഒരു ഫോട്ടോ പോലും എനിക്ക് അയച്ചു തരാത്തത്. ഞാൻ വീഡിയോ കോൾ വിളിച്ചിട്ട് പോലും ഒന്ന് കാണിച്ചു തന്നില്ലല്ലോ. ഡെയ്സി പരാതിപ്പെട്ടു. മനഃപൂർവ്വം കാണിക്കാഞ്ഞതടി. സ്വന്തം ആങ്ങളയുടെ കെട്ട് കഴിഞ്ഞെന്നറിഞ്ഞിട്ട് ഇത്രയിടം വരെ ഒന്ന് വരാൻ നിനക്ക് നേരമില്ലെങ്കിൽ നീ കാണണ്ടടി. ഇനി ഇങ്ങോട്ട് വരാൻ നേരം കിട്ടുന്ന കാലത്ത് കണ്ടേച്ചാൽ മതി നാത്തൂനെ. മമ്മി അല്ല തൊമ്മി. ഈ പിള്ളേർക്ക് പഠിക്കാൻ പോകണ്ടായ മമ്മി. ശനിയും ഞായറും ട്യൂഷനും വയലിൻ ക്ലാസ്സും കരാട്ടെ അങ്ങനെ കുറേ തൊല്ലകൾ വേറെ. തേങ്ങ കൊല. ചിരിയില്ലാത്ത പിള്ളേരെ ഇട്ട് ചക്രശ്വാസം വലിപ്പിക്കാൻ വേണ്ടിയുള്ള ഓരോ പണ്ടാരങ്ങൾ. എന്തേലും ഒന്നോ രണ്ടോ വേണം. ഇത് ചുമ്മാ പിള്ളേർക്കൊന്നും മൂട് കുത്തിയിരിക്കാൻ നേരമില്ല. റോസ്ലിൻ കെറുവോടെ പറയുന്നത് കേട്ട് ഡെയ്സി ചിരിച്ചു. ഇപ്പോഴത്തെ പിള്ളേരല്ലയോ മമ്മി, എന്നതേലുമൊക്കെ പഠിക്കട്ടെ. നമുക്കോ അങ്ങനൊന്നും ഒത്തില്ല. ഒത്തായിരുന്നെങ്കിൽ പിന്നെ നീ അങ്ങ് മറിച്ചേനെ. കമന്ന് കിടക്കുന്ന പ്ലാവില മലത്തിടാത്ത നീയാ ഇനി വയലിൻ പഠിച്ച് പാസ്സാകാൻ പോണത്. നീ നിൻ്റെ പാട് നോക്കിപ്പോ പെണ്ണെ. ഈ അമ്മച്ചി. എന്നതാണേലും ഞായറാഴ്ച ഞങ്ങൾ അങ്ങോട്ട് വരാം. പള്ളിയിൽ പോയ വഴിക്ക് അങ്ങ് വരാം. നേരാന്നോടി? നേരാ മമ്മി. അല്ലെങ്കിൽ ഒരു നാത്തൂനുണ്ടായിട്ട് ഇതുവരെ ഒന്ന് തിരിഞ്ഞു കയറിയില്ലെന്ന് ഓർക്കത്തില്ലയോ എൻ്റെ നാത്തൂൻ കൊച്ച്? അതേതായാലും വിചാരിക്കും. അല്ല, നിങ്ങൾ തന്നെ വരുമോ? ഞാൻ വേണേ പപ്പായോടോ ഡേവിയോടോ വരാൻ പറയാം. വേണ്ട മമ്മി, ഞാൻ റെജിയോട് കൊണ്ടാക്കി തരാൻ പറയാം. എന്നാ നീ വാ. നീ കൂടി വന്നിട്ട് വേണം അവരുടെ കാര്യത്തിൽ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ. അതെന്നാ മമ്മി? അതൊക്കെ നീ വരുമ്പോൾ അറിയാം. ഇപ്പോൾ നീ വാ വെച്ചേ, എനിക്ക് ഇത്തിരി പണി കൂടുണ്ട്. എന്നാ ശരി.
ഡെയ്സി ഫോൺ വെച്ചതും റോസ്ലിൻ തൻ്റെ ബാക്കി പണികളിലേക്ക് കടന്നു. ഉച്ചയ്ക്ക് ഡേവി ഉണ്ണാൻ വന്നപ്പോൾ റോസ്ലിനും അനുരാധയും കൂടിയായിരുന്നു എല്ലാം ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചത്. വീട്ടിലെ പുതിയ രീതികളൊക്കെ കണ്ട് ഡേവിയുടെ ചൊടികളിൽ ഒരു പുഞ്ചിരി വിടർന്നെങ്കിലും അവൻ അതൊന്നും ഭാവിക്കാതെ കഴിക്കാനിരുന്നു. അനുമോൾ എവിടെ? കഴിച്ചായിരുന്നോ? എബ്രഹാം കഴിക്കാൻ വന്നിരിക്കുന്നതിനിടയിൽ ചോദിച്ചത് കേട്ട് ഡേവി അന്തം വിട്ട് മുഖമുയർത്തി അവരിരുവരെയും നോക്കി. കഴിച്ചില്ല, അടുക്കളയിലോട്ട് പോയതാ. മോളെ അനുവേ, വായോ, നമുക്കൂടെ ഇരിക്കാം. എബ്രഹാമിന് മറുപടി കൊടുത്തിട്ട് റോസ്ലിൻ്റെ വിളി കേട്ടപ്പോൾ ഡേവിയുടെ കിളി മൊത്തത്തിൽ പോയ മട്ടായിരുന്നു. അനുമോളോ? അതിനിടയ്ക്ക് പുതിയ പേര് കിട്ടോ? അവൻ്റെ ചോദ്യം കേട്ട് എബ്രഹാം ഒന്ന് ചിരിച്ചുകൊണ്ട് തൻ്റെ പ്ലേറ്റിലേക്ക് ചോറിട്ടു. പുതിയ പേരൊന്നുമല്ല. ഈ അനുരാധയെ നീട്ടി വലിച്ച് വിളിക്കണ്ടല്ലോ. അനുവെന്ന് വിളിക്കുമ്പോൾ ഒരു കുട്ടിത്തമൊക്കെ ഉണ്ട്. അതിനിപ്പോൾ അനുരാധയ്ക്ക് എന്നതാ ഒരു കുഴപ്പം? അടിപൊളിയല്ലയോ? അതിന് കുഴപ്പമുണ്ടെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. പക്ഷേ ഞങ്ങൾക്ക് അനുവാ ഇഷ്ടം. നിനക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ വിളിക്കണ്ടടാ. ഓ, ആയിക്കോട്ടെ. അവൻ വീണ്ടും കഴിപ്പ് തുടർന്നു. അപ്പോഴേക്കും അനുരാധയും അങ്ങോട്ട് വന്നിരുന്നു. ഇരിക്കും മോളെ, നമുക്കൂടെ അങ്ങ് കഴിച്ചേക്കാം. ഡേവിയെ ഒന്ന് നോക്കിയിട്ട് അനുരാധയും അവൻ്റെ അരികിലെ ചെയറിലേക്കിരുന്ന് ചോറെടുത്ത് കഴിക്കാൻ തുടങ്ങി. കൊഞ്ചെങ്ങനുണ്ട് മോളെ? മോൾക്ക് കൊഞ്ചിഷ്ടമെന്ന് പറഞ്ഞുകൊണ്ടാ പിന്നെ അത് തന്നെ അങ്ങ് വാങ്ങിയത്. നല്ലതാവപ്പേ. തന്നെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ പരസ്പരം സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്ത് ആഹാരം കഴിക്കുന്ന മൂവരെയും കാണെ ഇവർക്കൊക്കെ ഇതെന്തു പറ്റിയെന്നൊരു ഭാവമായിരുന്നു ഡേവിയിൽ. കാരണം അവൻ പോകും വരെ റോസ്ലിനിലുണ്ടായിരുന്ന ടെൻഷനോ എബ്രഹാമിലുണ്ടായിരുന്ന അകൽച്ചയോ ഒന്നും തന്നെ ഇപ്പോൾ അനുരാധയുടെ നേർക്കില്ലാത്തത് അവനെ ആകെ കുഴക്കിക്കളഞ്ഞിരുന്നു. ഞാൻ പോയ നേരത്തെ ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവരെ മൂവരെയും നോക്കിയിരിക്കുമ്പോൾ അവൻ്റെ മനസ്സ് മന്ത്രിച്ചു. കാരണം പിടികിട്ടിയില്ലെങ്കിൽ പോലും അവർ തമ്മിലുള്ള ഇടപെടലും അടുപ്പവുമൊക്കെ അവനിൽ വല്ലാത്ത ആശ്വാസം തീർക്കുന്നത് തന്നെയായിരുന്നു. തുടരും.